ഹായ് എവ്രി വൺ, വെൽക്കം ടു അറ്റോമിയ ക്ലാസ്സസ്. പിനക്കോൾ റീഅറേഞ്ച്മെന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. എന്താണ് ആക്ച്വലി പിനക്കോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിനക്കോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ 1,2 ഡയോൾ. ഇറ്റ്സ് എ 1,2 ഡയോൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം 1,2 ഡയോൾ. അഡ്ജസന്റ് പൊസിഷനിൽ 2 OH ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ വിളിക്കാം, വിസിനൽ ഡയോൾ എന്ന് നമുക്ക് വിളിക്കാം. നമുക്ക് സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ CH2 രണ്ട് പൊസിഷനിൽ എന്തായിരിക്കും, അഡ്ജസന്റ് പൊസിഷനിൽ OH ഉണ്ടാവും. റാദർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്തുകൊണ്ട് ഇവിടെ വേറെ ആൽക്കൈൽ ഗ്രൂപ്പും വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ 1,2 ഡയോളിനെ നമ്മൾ കീറ്റോണിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന നെയിംഡ് റിയാക്ഷൻ ആണ് എന്ത്, പിനക്കോളോൺ റീഅറേഞ്ച്മെന്റ്. അപ്പോൾ നമുക്ക് സ്കീം സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, 1,2 ഡയോളിനെ കീറ്റോണായി കൺവേർട്ട് ചെയ്യുന്ന റീഅറേഞ്ച്മെന്റ് ആണെന്ത്, പിനക്കോളോൺ റീഅറേഞ്ച്മെന്റ്. ഒബിയസ്ലി നമുക്ക് ഇവിടെ എന്ത് വേണം, അസിഡിക് കണ്ടീഷൻ മസ്റ്റ് ആണ്. അസിഡിക് കണ്ടീഷൻ ഇസ് എ മസ്റ്റ്. നമ്മൾ ആക്ച്വലി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ കാര്യങ്ങൾ, മെക്കാനിസവും കുറച്ച് എക്സാമ്പിളും നമുക്ക് നോക്കി നോക്കാം. സോ ആദ്യമായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഇതാ, 2 OH ഉണ്ട് അല്ലേ. OHൽ സൾഫ്യൂരിക് ആസിഡ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും അല്ലേ. ഇവിടെ 2 OH ഉണ്ട് അല്ലേ. ഇതിൽ ഏത് OH ആയിരിക്കും എലിമിനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് എന്തായിരിക്കും, ഇതാ ലെറ്റ്സ് സേ സപ്പോസ് ഞാൻ ഇവിടെയാണ്, ഈ OH ആണ് ഞാൻ H+നെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട്, H+നെ അബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും, OH2+ കിട്ടും. ഇത് പോയി ഇന്റർമീഡിയറ്റ് എന്തായിരിക്കും, ദ ഇന്റർമീഡിയറ്റ് പ്രസന്റ് ഇൻ പിനക്കോളോൺ റീഅറേഞ്ച്മെന്റ് എന്താണ്, കാർബോകാറ്റയോൺ ആണ്. എന്താണ്, കാർബോകാറ്റയോൺ ആണ് അല്ലെ. അപ്പൊ നോക്കുക, ഇവിടെയാണ് എൻ്റെ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് ഞാൻ വാട്ടർ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാൻ എനിക്ക് കിട്ടുന്ന കാർബോകാറ്റയോൺ എന്തായിരിക്കും, ടേഴ്ഷ്യറി കാർബോകാറ്റയോൺ ആയിരിക്കും, വിച്ച് ഇസ് വെരി സ്റ്റേബിൾ അല്ലെ. പക്ഷേ ഇവിടെയാണ് ഈ OHനെയാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കാർബോകാറ്റയോൺ, ഇവിടെ 2 ബെൻസീൻ റിംഗ് അല്ലേ ഫീനൈൽ എന്ന് പറയുമ്പോൾ, ഈ ബെൻസീൻ റിംഗുമായിട്ട് എന്തായിരിക്കും, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാർബോകാറ്റയോൺ ആയിരിക്കും കൂടുതൽ എന്ത്, സ്റ്റെബിലൈസ്ഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു OH, അതായത് ഈ OH ആയിരിക്കും എന്ത്, എലിമിനേറ്റ് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഈ OH എലിമിനേറ്റ് ചെയ്യത്തില്ല, മറിച്ച് എന്ത് ചെയ്യും, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത് കൊണ്ട് ഇതാ ഈ OH എന്ത് ചെയ്യും, H+നെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് OH2+, അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്നത് PHCPH, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ നമുക്ക് കിട്ടും. CH3OH എന്ന് നമുക്ക് കിട്ടും. ഇനി നോക്കിക്കോളൂ, അടുത്തത് ഈ കാർബോകാറ്റയോൺ എന്ത് ചെയ്യും, ഈ കാർബോകാറ്റയോൺ മൈഗ്രേഷൻ, ഈ ഇവിടെയുള്ള ഈ CH3 ഇത് റീഅറേഞ്ച്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള CH3 മൈഗ്രേഷൻ ചെയ്യും. മൈഗ്രേഷൻ ചെയ്യുന്ന എന്തുകൊണ്ടാണ്, ബേസിക്കലി നമ്മുടെ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡിന്റെ ഓർഡർ നിങ്ങൾക്ക് അറിയണം. എന്തായിരിക്കും, ഹൈഡ്രജൻ ഗ്രേറ്റർ ദാൻ ഫിനൈൽ ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിൽ തന്നെ എന്തായിരിക്കും, ടേഴ്ഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നുള്ളതാണ് നമ്മളുടെ ഓർഡർ. ഇവിടെ ബെയർ ഓക്സിഡേഷനിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്, അത് നമ്മൾ കാണും. PH is greater than H greater than R എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഇപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി കൺസേൺ ആവണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ബെയർ വില്ലിഗർ ഓക്സിഡേഷൻ നമ്മൾ പറയും. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ CH3 എന്ത് ചെയ്യുന്നു, ഇവിടത്തേക്ക് എന്ത് ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, PHCPH. ഇവിടെ എന്ത് ചെയ്യുന്നു, CH3 വരുന്നു. CH3 വന്നാൽ ഇവിടെ എന്ത് കിട്ടുന്നു, C+CH3OH എന്ന് നമുക്ക് കിട്ടുന്നു അല്ലെ. അപ്പോ ഈ കാർബോകാറ്റയോൺ എന്താണ്, റെസൊണൻസ് ഇപ്പോഴും എന്താണ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യപ്പെടും, ഇത് നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. ഇനി നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്താണ്, കീറ്റോൺ ആണ് അല്ലെ. നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്താണ്, കീറ്റോൺ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വരും, ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കീറ്റോൺ നമുക്ക് കിട്ടും. PHCPH CH3 എന്ത് വരും, C++O CH3 എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇനി
അടുത്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കണ്ടീഷൻ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് അല്ലെ, അസിഡിക് മീഡിയത്തിന്റെ പ്രസൻസിൽ ഏത് OH ആയിരിക്കും പ്രോട്ടോണേറ്റ് ചെയ്യപ്പെടുക? നിങ്ങൾ പറയൂ, ഇതാണോ ഇതാണോ? ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്തില്ല? അങ്ങനെ ഒരു സ്റ്റെബിലൈസേഷൻ ഇല്ല. ഇവിടെ പ്രൈമറി കാർബോകേറ്റോൺ ആയിരിക്കും ഫോം ചെയ്യുക അല്ലെ. അത് കാരണം ഇവിടെ പ്ലസ് ചാർജ് വന്നാൽ ഇതൊരു പ്രൈമറി കാർബോകേറ്റോൺ ആയിരിക്കും. ഇവിടെ വന്നാലോ ഈ പ്ലസ് ചാർജിനെ എന്ത് ചെയ്യും? റെസൊണൻസ് സ്റ്റെബിലൈസ് ഫിനൈൽ റിംഗ് ചെയ്തോളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എനിക്ക് പോസിറ്റീവ് എഴുതാൻ പറ്റത്തില്ല. എങ്ങനെ ചെയ്യേണ്ട വരും? ഞാൻ ഇങ്ങനെ H+ പോയിട്ട് ഇവിടെ എന്ത് വരും? പ്ലസ് വരും. അപ്പൊ എന്ത് വരും? PH CCOOET CH2OH. അപ്പൊ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് ചാർജ് അത് വരും. സ്വാഭാവികമായിട്ടും ഈ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. ഇവിടെ എന്ത് ചെയ്യും? ഹൈഡ്രജന്റെ മൈഗ്രേഷൻ വരും. മൈഗ്രേഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെയും മൈഗ്രേഷൻ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, കാരണം ഇവിടെ OH ആണുള്ളത് അല്ലെ. ഈ OHന്റെ ലോൺ പെയർ എന്ത് ചെയ്തോളും? ഈ കാർബോകേറ്റോണിനെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ചെയ്തോളും. നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലത്തിലും കണ്ടായിരുന്നു അല്ലെ. അതായത് ഈ CH3 ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ എന്തുണ്ട്? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടും. മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നോക്കിക്കോളൂ, PH CCOOET. ഇവിടെ എന്ത് വരും? H ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? പ്ലസ് ചാർജ് OH H എന്ന് വരും അല്ലെ. ഈ OH ഈ കാർബോകേറ്റോണിനെ ആര് സ്റ്റെബിലൈസ് ചെയ്തോളും? ഈ ഓക്സിജന്റെ ലോൺ പെയർ റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്തോളും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടിക്കോളും? ഇവിടെ OH ആണല്ലോ ഉള്ളത്. ഇത് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കീറ്റോൺ നമുക്ക് കിട്ടും അല്ലെ. HC⋯OH നമുക്ക് കിട്ടും. കീറ്റോൺ ഓർ ആൽഡിഹൈഡ് നമുക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ഐഡന്റിക്കൽ സിസ്റ്റം ആണ് അല്ലെ. 1,2 ഡയോൾ. 2 സ്ഥലത്തും സൈക്ലോപെന്റൈൽ റിംഗ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം? പ്രോട്ടോണേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു OHനെ ഞാൻ പ്രോട്ടോണേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ OH2 വരും, ഇവിടെ പ്ലസ് വരും. പ്ലസ് വന്നിട്ട് ഇയാൾ ഇവിടെ പോയാൽ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് ചാർജ് വരും. വരത്തില്ലേ? നോക്കിക്കോളൂ, ഇങ്ങനെ എനിക്ക് വരും. ഞാൻ എഴുതുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ എന്തുണ്ട്? OH ഉണ്ട്. ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു 5 മെമ്പേർഡ് റിംഗ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ടെർഷ്യറി കാർബോകേറ്റോൺ ആണ്. പക്ഷേ ടെർഷ്യറി കാർബോകേറ്റോണേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നാൽ. കാരണം എന്താ? ഇവിടെ പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ ഇതിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷനും കൂടെ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൈഗ്രേഷൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇവിടെ പോസിറ്റീവ് ചാർജ് വരുത്തേണ്ടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അതായത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണെന്ന് നിങ്ങൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുക. ഇങ്ങനെ വരത്തില്ല, മൈഗ്രേഷൻ ആണ് നടക്കുക എന്നാലും. എന്നിട്ട് ഈ നെഗറ്റീവും ഈ പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യുക? ഒരു ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? 5. ഒന്നുകൂടെ വന്നാൽ എത്രയാവും? 6. എത്രയാവും? 6. ഇതേപോലെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ബേസിക്കലി എനിക്കൊരു 6 മെമ്പേർഡ് റിങ് കൃത്യമായിട്ട് ഇങ്ങനെ വരച്ചങ്ങ് പോവാം. ഒരു 6 മെമ്പേർഡ് റിങ് വരക്കാം അല്ലെ. എന്നിട്ട് ഇവിടെ 6 മെമ്പേർഡ് റിങ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? COH+ എന്ന് വരും. ബാക്കിയുള്ളത് അതേപോലെ എനിക്ക് വരക്കാം. ഇവിടെ 2 ഇങ്ങനെ എനിക്ക് വരക്കാം. ഇവിടുന്ന് 1 2 3 4 കാർബൺ ആറ്റംസ്. അതേപോലെ ഇവിടെയാണ് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ 1 2 3 4 കാർബൺ ആറ്റംസ്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് ഈ OH. ഇവിടുന്ന് ഈ OH നിൽക്കുന്നത് ഞാൻ 1 എന്ന് അടയാളപ്പെടുത്തിയാൽ 1 2 3 4 5 ആൻഡ് ദെൻ ഈ കാർബൺ കൂടെ വന്ന 6. അതേപോലെ 1 2 3 4 5 6. ഇതാണ് 6. ആ 6ൽ നിന്ന് 1 2 3 4. സോ ജസ്റ്റ് വരച്ച് നോക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? കീറ്റോൺ അല്ലേ. കീറ്റോൺ ആകുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇങ്ങനെ നമുക്ക് വരച്ചിട്ട് പോവാം. ഡബിൾ ബോണ്ട് O. എന്നിട്ട് എന്ത് കിട്ടും? ഇങ്ങനെ 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 കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. OH സെയിം ക്വസ്റ്റ്യൻസ് ആണ്. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടോണേറ്റ് ചെയ്യാം. ഏതെങ്കിലും പ്രോട്ടോണേറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്ത് പ്രോട്ടോണേറ്റ് ഞാൻ ഇവിടെ പ്രോട്ടോണേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. H+ന്റെ കണ്ടീഷൻസിൽ
ഇവിടെ എന്ത് ചെയ്യുന്നു, OH2 പ്ലസ് ഇയാൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇതാ ഇങ്ങനെ ഇവിടെ പ്ലസ് ചാർജ് വരുന്നു അല്ലെ, എന്നിട്ട് ഇവിടെ OH വരുന്നു അല്ലെ, ഇവിടെ OH. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് വരണം, അപ്പൊ മൈഗ്രേഷൻ വരണം. രണ്ടും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ സ്വാഭാവികം ഞാൻ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ എന്ത് വരും, ഈ നെഗറ്റീവ് വരും. ഈ നെഗറ്റീവും ഈ പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ഈ എന്ന് ചെയ്താൽ മതി. ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരിക. അപ്പൊ എന്ത് കിട്ടും, ഇതാ ഒരു 6 മെമ്പേർഡ് റിംഗ്. ഇതാ ഇവിടെ ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇവിടെ എന്ത് വരും, OH എന്ത് വരുന്നു, പ്ലസ് ചാർജ് വരുന്നു അല്ലെ. ഈ പ്ലസ് ചാർജ് എന്നിട്ട് ഇതാ ഇതേപോലെ ഇവിടെ വരക്കുക. ഇയാള് ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്കൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യാം അല്ലെ. സ്വാഭാവികമായിട്ടും ഈ OH ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതാ ഒരു 6 മെമ്പേർഡ് റിംഗ് വരുന്നു. എന്നിട്ട് ഇവിടെ എത്രയാണ്, 2, 4, 5 മെമ്പേർഡ് റിംഗും കൂടെ നമുക്ക് വരക്കാം. ഒരു 5 മെമ്പേർഡ് റിംഗ് നമ്മൾ വരക്കാം. 2, 3, 4, 5 ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വരയ്ക്കാം അല്ലേ. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടെ, സെമി പിനക്കോൾ പിനക്കോളോൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും നമ്മൾ എന്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്, OH ആണുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, OH പകരം NH2 പോലെയുള്ള ഗ്രൂപ്പ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് HNO2 പോലെയുള്ള റിയാക്ടന്റ് എടുത്താൽ, HNO2 എന്ന് പറഞ്ഞാൽ NaNO2ഉം HCl ആണ് അല്ലെ. അപ്പോൾ NaCl നമുക്ക് പോവും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, NaNO2 കിട്ടും, സോറി HNO2 കിട്ടും, HNO2 കിട്ടും. NaCl എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഈ NH2 എന്താവും, ഇവിടെ എന്ത് കിട്ടും നമുക്ക്, PHCOH PH. ഇവിടെ എന്ത് വരും, N2 പ്ലസ് ഡയസോണിയം ക്ലോറൈഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഡയസോണിയം ക്ലോറൈഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുന്ന് N2 പ്ലസ് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോ എന്ത് വരും, നമുക്ക് ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലെ. അപ്പൊ എന്ത് കിട്ടും, PHCOH PH C പ്ലസ് ഇവിടെ എന്ത് വരും, CH3H. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഫീനൈൽ ഗ്രൂപ്പിന്റെ മൈഗ്രേഷൻ ഇങ്ങോട്ടേക്ക് വരും. മൈഗ്രേഷൻ വന്നിട്ട് എന്ത് കിട്ടും നമുക്ക്, PHCOH C ഒരു PH ഇവിടെ വരും. പിന്നെ എന്ത് വരും, CH3H എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും, പ്ലസ് വരും അല്ലെ. അപ്പോൾ അടുത്തതായിട്ട് എന്ത് സ്റ്റെപ്പ് ആയിരിക്കും, ഇതാ നമുക്ക് കിട്ടേണ്ട ഒരു കാർബണൈൽ. അപ്പോൾ ഇവിടെ എന്ത് വന്നാൽ മതി, അടുത്ത സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നതാണ്, ഇവിടെ എഴുതുകയാണ്, C++ O എന്ന് നമുക്ക് കിട്ടും. ഇത്രയുമാണ് നമുക്ക് പിനക്കോളോണിൽ ചെയ്യാനുള്ളത്. ഒരു 5 എക്സാമ്പിൾസും പിന്നെ പിനക്കോളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.